പെട്രോളിനും ഡീസലിനും വില കൂടിയതോടെ സാധാരണക്കാർ പ്രതിസന്ധിയിലായി. പലരും പമ്പുകളിൽ എത്തിയപ്പോഴാണ് വില വർധനയെക്കുറിച്ച് അറിയുന്നത്. ഓട്ടോ ടാക്സി തൊഴിലാളികളും ഇരുട്ടടിയുടെ ആഘാതത്തിലാണ്. കോഴിക്കോട്ട് നിന്ന് നന്ദഗോപാലിന്റെ റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചതോടെ സാധാരണക്കാർക്ക് ഇരുട്ടടിയായി. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചിരിക്കുകയാണ്. 3 രൂപയോളമാണ് കൂട്ടിയിട്ടുള്ളത്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ പെട്രോളിന് 109 രൂപയും ഡീസലിന് 97 രൂപയുമാണ് ഉള്ളത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ ഒരു പമ്പിലാണ്. ഇവിടെ വലിയ തിരക്കുണ്ട്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഈ വില വർധനവ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇവരുടെ പ്രതികരണത്തിലേക്ക് കൂടെ പോകാമെന്ന് കരുതുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനാ, നമ്മള് ഇങ്ങനെ തന്നെ ഓടുന്ന സാധാ ഓട്ടോറിക്ഷ പാസഞ്ചറൊക്കെ ഓടുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം മീറ്റർ ചാർജ് തന്നെയല്ലേ, കൂടുന്നില്ലല്ലോ, എല്ലാത്തിനും കൂടിയില്ല. നമ്മളൊക്കെ അതിൽ പോണ ആൾക്കാരാ. ഡീസലിന് എക്സ്പെക്റ്റഡ് ആണ്, എന്നാലും ഇതിപ്പോ ബാക്കിയുള്ള എല്ലാ ലൈഫ് മേഖലകളിലേക്കും ഇത് ബാധിക്കും. അതൊരു വലിയ ഇഷ്യൂ ആണ്. എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ നല്ല തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. എല്ലാവരും ആസ് എ ഗവൺമെന്റ് അവർ പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിരുന്നു. അതേപോലെ തന്നെ സബ്സിഡികളെല്ലാം തന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വില